ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ക്രിക്കറ്റാണ്. അതുകൊണ്ട് തന്നെ സിംഗുവിനെ നൈസായിട്ട് ഒഴിവാക്കി. ക്രിക്കറ്റ് അവൾക്ക് വലിയ പിടിയില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമുക്ക് നമ്മുടെ ചാനലിൽ ഇങ്ങനൊരു വീഡിയോ വരുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. സംഭവം വേറൊന്നുമല്ല, ഇന്നലെ ഒരു T20 മത്സരം നടന്നിരുന്നു. അതായത് ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയ. അപ്പോൾ അതിന് അതായത് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 208 റൺസ് എടുത്തു. തിരിച്ച് ചേസ് ചെയ്യുകയാണ് ഓസ്ട്രേലിയ. അതിൻ്റെ ഒരു 16-ാമത്തെ അല്ല 17th ഓവറിൽ ഒരു ഇൻസിഡൻറ്റ് നടന്നു. അതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. അതെന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതാണ് ആ ഇൻസിഡൻറ്റ്. അപ്പോൾ ഇതിപ്പം ബാക്കിൽ നിന്ന് വന്ന വ്യൂ ആയിട്ട് കൃത്യമായിട്ട് ഒന്നും അറിയാൻ പറ്റില്ല. എല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. സംഭവം മാർക്ക് വുഡ് എറിയുന്നു, ഒരു ബൗൺസറാണ്. ആദ്യത്തെ 2 ബോള് അവൻ കളഞ്ഞു. ഇത് 3ാമത്തെ ബോളാണ്. അപ്പോൾ നല്ലൊരു ബൗൺസർ. അത് എഡ്ജ് എടുത്ത് അവൻ്റെ ഹെൽമെറ്റിലും ചെറുതായിട്ട് തട്ടി ബോൾ നല്ല പൊങ്ങി. ഇത് നേരെ ക്രീസിൻ്റെ അവിടെ, സ്റ്റംപിൻ്റെ അവിടെ ആണ് അത് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു ആംഗിളും കൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് വേറൊരു ആംഗിള്. ക്ലോസ് ആയിട്ടുള്ള വ്യൂ. That's a good question. Not looking like he's focusing totally on just getting back there, does it? I can't. അപ്പോൾ ഇതാണ് ഇൻസിഡന്റ്. ഇതിപ്പോൾ ഏത് പൊട്ടനും അറിയാം ഇത് ഒബ്സ്ട്രക്റ്റിംഗ് ദ ഫീൽഡ്. അത് തന്നെയാണ് സംഭവം. അവൻ കൃത്യമായിട്ട് കൈവച്ച് മറ്റവനെ മാർക്ക് വുഡിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൃത്യമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഈ അതേ സമയത്ത് തന്നെ നമ്മുടെ അമ്പയർ ബട്ട്ലറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഡു യു വാണ്ട് ടു അപ്പീൽ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ബട്ട്ലർ ഒരു നല്ലൊരു മനുഷ്യനായതുകൊണ്ട് ആ സമയത്ത് പുള്ളി അപ്പീൽ ചെയ്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ നമ്മുടെ സ്റ്റോയിനസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് ഞാൻ ഇപ്പം ഈ വീഡിയോ ഇടാനുള്ള കാരണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോസ് ബട്ട്ലറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റോയിനസ് എന്താണ് പറഞ്ഞ ഈ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് സ്റ്റോയിനസ് എന്താണ് പറഞ്ഞത് നോക്കുക. There's a lot that goes on there when you're hitting the head and you're running around, so yeah, I don't know about that. ചേടാ അവൻ അണിഞ്ഞില്ല. I'm usually on the boundary. No, I don't think so. It's chaos when you're hitting the head and you're running around and you don't know where the ball is and stuff. It is chaos. അപ്പോൾ അതിനെ അവൻ ന്യായീകരിക്കുകയാണ്. ഇത് സംഭവം മാത്യു വെയ്ഡ് അറിഞ്ഞതല്ല. ബോൾ തലയെ കൊണ്ട സമയത്ത് അവന് ഒന്നും അറിഞ്ഞുകൂടാതെ അവൻ ബിഹേവ് ചെയ്തതാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ സ്റ്റോയിനസ് പറയുന്നത്. എൻ്റെ പൊന്നെണ്ണ, ക്രിക്കറ്റൊക്കെ ജെന്റിൽമാൻസ് ഗെയിം ആയിരിക്കും. പക്ഷെ ഓസ്ട്രേലിയക്കാരുടെ അലമ്പ് അത് ക്രിക്കറ്റ് കാണുന്നവർക്കറിയാം. ഇനി നമുക്ക് നമ്മുടെ എന്തുകൊണ്ടാണ് പുള്ളി ബട്ട്ലർ അത് അപ്പീൽ ചെയ്യാത്തതെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള റീസണും ബട്ട്ലർ പറയുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. They said, did we want to appeal? But I said no. I just had my eyes on the ball the whole time, so I didn't really see what happened. And we've only just got to Australia, so I thought, just carry on the. ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളി കൃത്യമായിട്ടും ബോളിനെയാണ് ശ്രദ്ധിച്ചത്. അപ്പോൾ അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്നുള്ള ബോൾ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പുള്ളി കണ്ടോളൂ. പിന്നെ ആ സമയത്ത് ബാക്കിയുള്ള ടീംമേറ്റ്സും ആരും വന്ന് കൂടുതലായിട്ട് അതിനെ പറഞ്ഞില്ല. അതുകൊണ്ടായിരിക്കണം പുള്ളി അപ്പീൽ ചെയ്യാതെ. പിന്നെ ലാസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞു, വി ഹാവ് ഓൺലി ജസ്റ്റ് ഗോ ടു ഓസ്ട്രേലിയ. അത് എന്താണ് കൃത്യമായിട്ട് പുള്ളി ഉദ്ദേശിച്ചെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഓസ്ട്രേലിയ ആണ് എന്നുള്ള രീതിയിൽ അവരൊരു ആക്കിയ പോലെ ഒരു രീതി അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ട് അതിലുള്ള ഒരു മീഡിയ പേഴ്സണും കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. Maybe like I said, I didn't see it live. I was just looking at the ball, so I just thought it's quite hard. I don't know what I'm appealing for really. I don't know if I could have asked maybe some of the other boys to see if they had a better view, but I just thought to get on with the game. And but yeah, if we had a case, then maybe I should have asked a few more of the lads if they saw. അപ്പോൾ പുള്ളി അതാണ് പറഞ്ഞത്. ഇതിപ്പം അല്ല, ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു വേൾഡ് കപ്പ് ഗെയിമിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നായിരിക്കും താങ്കൾ റിയാക്ഷൻ ചെയ്യുന്നത്, അപ്പീൽ ചെയ്യോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ പുള്ളി ഇത് തന്നെയാണ് പറഞ്ഞത്. ആ സമയത്ത് ക്ലിയർ ഒരു വ്യൂ ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ബോയ്സ് ആ സമയത്ത് വന്ന് നമ്മളൊരു ഡിസ്കഷനിൽ വന്നിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അപ്പീൽ ചെയ്തേനെ
എന്ന് നൈസായിട്ട് പുള്ളി പറഞ്ഞു. പക്ഷേ നമ്മുടെ സ്റ്റോയിനസ് പറഞ്ഞ കാര്യം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യൂ. ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇതിപ്പം ഇങ്ങനെ കണ്ടപ്പം ഒരു വീഡിയോ ചെയ്യണം തോന്നി, അങ്ങനെ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയിൽ